നോട്രഡാം കത്തീഡ്രൽ വീണ്ടും തുറന്നതിന് ശേഷം ആദ്യ മാസത്തിൽ തന്നെ സന്ദർശനം നടത്തിയത് 8 ലക്ഷത്തിലധികം ആളുകളാണ്. 2019 ഏപ്രിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് 5 വർഷത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം 2024 ഡിസംബർ 7-നാണ് കത്തീഡ്രൽ വീണ്ടും തുറന്നത്. ആദ്യ മാസത്തെ സന്ദർശകരുടെ എണ്ണം പ്രതിദിനം 29,000 ആയിരുന്നു. എന്നാൽ ചില അവസരങ്ങളിൽ വാരാന്ത്യത്തിൽ 35,000 കവിഞ്ഞു. 150-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 3,40,000-ലധികം ആളുകൾ നോട്രഡാം കത്തീഡ്രലിൻ്റെ പുനർനിർമ്മാണത്തിന് ധനസഹായം നൽകി. നോട്രഡാം കത്തീഡ്രൽ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഹാഷ്ടാഗുകളുമായി 1-ാം സ്ഥാനത്താണുള്ളത്. ഗോതിക് ഘടനയിലുള്ള ഈ കത്തീഡ്രലിൽ ഓരോ വർഷവും 15 ദശലക്ഷം സന്ദർശകർ എത്തുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈശോയുടെ കാൽവരി യാത്രയിലും കുരിശുമരണ നേരത്തും തലയിൽ വെച്ചിരുന്ന മുൾക്കിരീടം നോട്രഡാം കത്തീഡ്രലിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്.